സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഫൈനൽ ലാപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാം അടുത്ത് വന്നു. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്കായിട്ട് ഉള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് EVS ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പോകാം. നിങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ റിവിഷനിലേക്കാണ് ഉണ്ടാവുക. ഫൈനൽ റിവിഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു മാതൃക ചോദ്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത്? ലോക മണ്ണ് ദിനം, വേൾഡ് സോയിൽ ഡേ അല്ലേ? നോക്കാം. ഫെബ്രുവരി 2, മാർച്ച് 22, നവംബർ 10, ഡിസംബർ 5. ഫെബ്രുവരി 2, മാർച്ച് 22, നവംബർ 10, ഡിസംബർ 5. അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് എന്നാണ് ചോദിച്ചത് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് പോവുകയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നതിനാണ്. ഡിസംബർ 5 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലേ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവും ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവുമായ വ്യക്തി ആര്? ഇതൊക്കെ SCRT ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവും ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവുമായ വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. സുന്ദർലാൽ ബഹുഗുണ, വന്ദന ശിവ, മസനോബു ഫുക്കുവോക്ക, അതുപോലെ തന്നെ MS സ്വാമിനാഥൻ. അപ്പോൾ ഈ പറഞ്ഞ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്നത് ആരുടേതാണ് അല്ലേ? ആരുടെ കൃതിയാണെന്നാണ് ചോദിച്ചത്. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരാണ്? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ സി ആണ്. മസനോബു ഫുക്കുവോക്ക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. മസനോബു ഫുക്കുവോക്ക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഭൂകമ്പത്തിൻ്റെ തീവ്രത പ്രസ്താവിക്കുന്ന സ്കെയിൽ ഏത്? ഭൂകമ്പത്തിൻ്റെ തീവ്രത പ്രസ്താവിക്കുന്ന സ്കെയിൽ. ഓപ്ഷൻസ് PH സ്കെയിൽ, റിച്ചർ സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവണം. ഭൂകമ്പത്തിൻ്റെ തീവ്രത പ്രസ്താവിക്കുന്ന സ്കെയിൽ എന്നാണ് ചോദിച്ചത് അല്ലേ? PH, റിച്ചർ, കെൽവിൻ, അതുപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിൽ. ഏതാണ് വരിക? യാതൊരു സംശയം വേണ്ട, ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. റിച്ചർ സ്കെയിൽ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. റിച്ചർ സ്കെയിൽ എന്നതാണ് ഇവിടെ തന്നതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഭയജീവികളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഭയജീവികളിൽ പെടാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻസ് തവള, ആമ, സാലമാണ്ടർ, ന്യൂട്ട്. തവള, ആമ, സാലമാണ്ടർ, ന്യൂട്ട്. ഈ പറഞ്ഞ 4 ഉഭയജീവികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഒരു ആമ എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മലിനജലം സംസ്കരിക്കുന്നതിനുള്ള നൂതനമായ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യുന്ന വിദ്യാർത്ഥിയിൽ വികാസം പ്രാപിക്കുന്ന പഠന മേഖല ഏത്? മലിനജലം സംസ്കരിക്കുന്നതിനുള്ള നൂതനമായ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യുന്ന വിദ്യാർത്ഥിയിൽ വികാസം പ്രാപിക്കുന്ന പഠന മേഖല ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? മലിനജലം സംസ്കരിക്കുന്ന ഒരു ഡിവൈസ്, ഒരു ഉപകരണമാണ് ആ കുട്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എന്താണ് വരിക? പ്രക്രിയാശേഷി മേഖല, പ്രയോഗ മേഖല, സർഗാത്മക മേഖല, അതുപോലെ തന്നെ ക്രിയാത്മക മേഖല. ഏതാണ് വരിക? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് സി ആണ് അല്ലേ? എന്താണ് അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. സർഗാത്മകത മേഖലയാണ് കേട്ടോ. സർഗാത്മക മേഖല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, കാരണം നമുക്ക് ഫൈനൽ റിവിഷൻ നിങ്ങൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നോക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അകാന്തിക വസ്തു ഏത്? കാന്തിക വസ്തു അല്ല, ഒരു അകാന്തിക വസ്തു. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അകാന്തിക വസ്തു ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഇരുമ്പ്, അലൂമിനിയം, കൊബാൾട്ട്, നിക്കൽ. ഇരുമ്പ്, അലൂമിനിയം, കൊബാൾട്ട്, നിക്കൽ. ഈ പറഞ്ഞ 4 ഒരു അകാന്തിക വസ്തു ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. അലൂമിനിയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അലൂമിനിയം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത് നമുക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏത്? ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കിയേ. സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, പിന്നെയോ സോഡിയം കാർബണേറ്റ്, അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ്. ഈ പറഞ്ഞ 4 ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ്. ഇവിടെ ആൻസർ ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, കാൽഷ്യം ബൈകാർബണേറ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരും കേട്ടോ. കാൽഷ്യം ബൈകാർബണേറ്റ് ആണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു. കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. 8ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഗരുഡശലഭം, രത്നനീലി, ബുദ്ധമയൂരി, അതുപോലെ തന്നെ മഞ്ഞപ്പാപ്പാത്തി. ഏതാണ് വരിക? ഗരുഡശലഭം, രത്നനീലി, ബുദ്ധമയൂരി, മഞ്ഞപ്പാപ്പാത്തി. അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണെന്നാണ് ചോദ്യം അല്ലേ? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബുദ്ധമയൂരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരിയാണ് എന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കണം. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് വന്നേക്കാം, ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ,
സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. CV രാമൻ, തോമസ് ആൽവ എഡിസൺ, സ്വാമി നിത്യ ചൈതന്യയതി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു. ഇവരിൽ ആരാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്നാണ് ക്വസ്റ്റൻ അല്ലേ. ആൻസർ വരുന്നത് ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഉദ്ഗ്രഥിത പ്രക്രിയാശേഷി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഉദ്ഗ്രഥിത പ്രക്രിയാശേഷി ഏതെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. നിരീക്ഷിക്കൽ, പ്രവചിക്കൽ, പ്രായോഗിക നിർവചനങ്ങൾ രൂപവൽക്കരിക്കൽ, അതുപോലെ തന്നെ ആശയവിനിമയം ചെയ്യൽ. നിരീക്ഷിക്കൽ, പ്രവചിക്കൽ, പ്രായോഗിക നിർവചനങ്ങൾ രൂപവൽക്കരിക്കൽ, അതുപോലെ തന്നെ ആശയവിനിമയം ചെയ്യൽ. ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഒരു ഉദ്ഗ്രഥിത പ്രക്രിയാശേഷി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് പറയാൻ പറ്റുക? ഒരു സംശയം വേണ്ട, പ്രായോഗിക നിർവചനങ്ങൾ രൂപവൽക്കരിക്കൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. പ്രായോഗിക നിർവചനങ്ങൾ രൂപവൽക്കരിക്കൽ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാംസ്യത്തിൻ്റെ അപര്യാപ്തത നിമിത്തം ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? പ്രോട്ടീൻ ആണ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, മാംസ്യത്തിൻ്റെ അപര്യാപ്തത നിമിത്തം ഉണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻ ക്വാഷിയോർക്കർ, റിക്കറ്റ്സ്, നിശാന്തത, അനീമിയ. ക്വാഷിയോർക്കർ, റിക്കറ്റ്സ്, നിശാന്തത, അനീമിയ. ഇവരിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസാണ് ചോദിക്കുന്നത്. ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, ആൻസർ ഇതൊക്കെ SCERT ലെവലാണ്. ക്വാഷിയോർക്കർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ക്വാഷിയോർക്കർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂകാണ്ഡം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂകാണ്ഡം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് മരച്ചീനി, മധുരക്കിഴങ്ങ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്. മരച്ചീനി, മധുരക്കിഴങ്ങ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്. ഇവരിൽ ഭൂകാണ്ഡം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഓപ്ഷൻ വരുന്നത് ഏതാണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് വരും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഉരുളക്കിഴങ്ങ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്, വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അടുത്തത്, ഏകകോശ ജീവികളിൽ പെടാത്തത് ഏത്? ഏകകോശ ജീവികളിൽ പെടാത്തത്, ചുവടെത്തുന്ന നാലെണ്ണത്തിൽ ഏകകോശ ജീവികളിൽ പെടാത്തത് നോക്കാം. അമീബ, പാരമീസിയം, ഹൈഡ്ര, യുഗ്ലീന. അമീബ, പാരമീസിയം, ഹൈഡ്ര, യുഗ്ലീന. ഇവരിൽ ഏകകോശ ജീവികളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് പറയാൻ പറ്റുക? ABCD നാലെണ്ണം പറയാം അല്ലേ. ഏതാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന അല്ലേ. അമീബ, പാരമീസിയം, യുഗ്ലീന. ഇവരൊക്കെ എന്താണ് പ്രത്യേകത? അവരൊക്കെ ഏകകോശ ജീവികളിൽ ഉൾപ്പെടുന്നതാണ്, എന്നാൽ ഹൈഡ്ര അല്ല. ഓക്കെ, അപ്പോൾ അമീബ, പാരമീസിയം, യുഗ്ലീനയാണ് ഏകകോശ ജീവികൾ. അടുത്തത്, അന്നജത്തിൽ അടങ്ങിയിട്ടില്ലാത്തതും മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതുമായ ഒരു മൂലകം ഏത്? അന്നജം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, മാംസ്യം പ്രോട്ടീൻ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അന്നജത്തിൽ അടങ്ങിയിട്ടില്ലാത്തതും മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതുമായ ഒരു മൂലകം. ഓപ്ഷൻസ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. അന്നജത്തിൽ ഉണ്ടാകാൻ പാടില്ല, മാംസ്യത്തിൽ ഉണ്ടാകും വേണം. ഓക്കെ, അപ്പോൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ആരാണ്? സംശയം വേണ്ട, ഓപ്ഷൻ ബി ആണ്, നൈട്രജൻ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. നൈട്രജൻ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്തത് ഇന്നത്തെ അവസാന ചോദ്യം. 15 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തു അഥവാ വസ്തു ഏത്? സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു. കരോട്ടിൻ, ക്ലോറോഫിൽ, സാന്തോഫിൽ, ആന്ത്രോസയാനിൻ. ഓക്കെ, കരോട്ടിൻ, ക്ലോറോഫിൽ, സാന്തോഫിൽ, അതുപോലെ തന്നെ ആന്തോസയാനിൻ. ഇവരിൽ സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതെന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആന്തോസയാനിൻ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 15 ചോദ്യങ്ങളാണ് ഇപ്പോൾ EVS ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇനി പരമാവധി പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാം. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ആ ടൈമിനനുസരിച്ചൊക്കെ ഒന്ന് കേട്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞ ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് അയച്ചു തരണം, എല്ലാത്തിൻ്റെയും. ഓക്കെ, ഓരോ പാർട്ടായിട്ട് നല്ല പിന്നെ എന്താണ് ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തരുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഈ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി. 9037276771. നമുക്കൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ല വിജയം നേടാൻ വേണ്ടി പറ്റട്ടെ. 80 അല്ല 82 അല്ലെങ്കിൽ 90 മാർക്കല്ല, അതിനും മുകളിലേക്ക് ഒരു 120ഓളം മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ള കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.